ഹലോ, ഐ എം അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തട്ടിക്കൂട്ടി ബർഗർ ഉണ്ടാക്കിയാലോ. അതും എഗ് ബർഗറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ടൈം ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ 5:12 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് പോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി പ്രോപ്പർ ബർഗറൊന്നുമല്ല, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ തട്ടിക്കൂട്ടി ബർഗറാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ, ബാ. അപ്പം ഞാനിവിടെ ടൊമാറ്റോ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് മാത്രമുള്ള ബർഗറാണ്, അപ്പോൾ ഒരു കുഞ്ഞു ടൊമാറ്റോ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ തിൻ സ്ലൈസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടൊമാറ്റോ കുറച്ച് പെപ്പറും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. എനിക്കിങ്ങനെ പച്ചയ്ക്ക് ടൊമാറ്റോ കഴിക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞില്ലേ, വെജിറ്റബിൾസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം ടൊമാറ്റോ പച്ചയ്ക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. അതുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എൻ്റെ ഈ കിച്ചണിൻ്റെ വിൻഡോൻ്റെ പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത് ഇവിടെ ഹോൾ ബാംഗ്ലൂർ മൊത്തം കാണാം. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്തിടുക, അല്ലെങ്കിൽ ഭയങ്കര നോയ്സാണ് കേട്ടോ. 5 സ്ലൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പെപ്പറും സോൾട്ടും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ആദ്യം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഏതൊരാളും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണല്ലോ കുക്കിംഗ് എന്ന് പറയുന്നത്. സർവൈവലിൻ്റെ ഭാഗമാണ് അല്ലേ. സോങ് ഒക്കെ വെച്ച് നല്ല റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ആ ഒരു മൂഡ് വരണം. എന്നാൽ ആ ഒരു മൂഡ് വന്നാൽ മാത്രമാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഭയങ്കര മടിയെത്തി കേട്ടോ. പാന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ബർഗർ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മേലേക്ക് ഇതാ നമ്മൾ പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചധികം ഫ്രൈ ആയി പോയോ എന്നൊരു ഡൗട്ട്. അപ്പം എഗ് ബർഗർ ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു എഗ്ഗ് എടുക്കാം. 2 എഗ്ഗ് വേണ്ടവർക്ക് 2 എഗ്ഗ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്ന ബർഗർ ബൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 4 ബർഗറിൻ്റെ പാക്കറ്റാണ്. ഞാൻ ഓൾറെഡി 3 എണ്ണം ഉണ്ടാക്കി കഴിച്ചായിരുന്നു 2 ദിവസം മുന്നേ. ഇതാണ് നമ്മളെ ബർഗർ ചേട്ടൻ. ഞാൻ ബർഗർ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എഗ്ഗ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ടൊമാറ്റോ ഫ്രൈ ചെയ്ത് അതേ പാൻ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബ്രെഡിൻ്റെ ബണ്ണ് ബർഗർ ബണ്ണ് കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നോക്കാം. കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതാ ഒരു സ്പ്രെഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സാൻഡ്വിച്ച് സ്പ്രെഡാണ്. അപ്പം ഇത് ജസ്റ്റ് ഈ ബർഗറിൻ്റെ ബണ്ണിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബണ്ണിൻ്റെ സൈഡിൽ മാത്രമാണ് കേട്ടോ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബുൾസേ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ബർഗർ ബണ്ണിൻ്റെ മേലെ വെക്കുന്നത്. എല്ലാം ഒന്നിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളെ എഗ്ഗ് സാഹസികമായി അതിൻ്റെ മേലെ ആ ഒരു യെല്ലോ പൊട്ടാതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ സോസ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ ഒരു ടേസ്റ്റിന്. ഇനി ഈ ബണ്ണെടുത്തിട്ട് അത് ഓൾറെഡി കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് വെക്കുക. ജ്യൂസി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത ടൊമാറ്റോ ഞാൻ ഈ എഗ്ഗിൻ്റെ അടിയിലാണ് കേട്ടോ വെച്ചുകൊടുത്തത്. വാവ്, നമ്മൾ ഇവനെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജ്യൂസി ബർഗർ ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്കിത് കഴിച്ചാൽ മാത്രം മതി.
അപ്പം നമ്മുടെ തട്ടിക്കൂട്ടി എഗ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജീസും മസാലസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചീസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ കൂടെ ഞാനിത് പിസ്തേൻ്റെ ഫ്ലേവേർഡ് മിൽക്കാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഈവനിങ് സ്നാക്ക്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി വേറെ പല സംഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.